ഹലോ. അപ്പോൾ ഞാനത് മിനിഞ്ഞാന്നിട്ട വീഡിയോൻ്റെ ബാക്കിയാണ്. അമ്പലത്തിൽ പോയ വീഡിയോൻ്റെ ബാക്കി വീഡിയോസാണ്. അപ്പോൾ ഞങ്ങൾ അന്ന് രാവിലെ ഒരു 7 മണി 7:30 ഒക്കെ ആവുന്ന സമയത്ത് അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെയാണ് പുന്നപ്പാല ശിവക്ഷേത്രം എന്ന് പറയും. അവിടേക്കാണ് പോയോണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അടുത്ത് വന്ന് ഈ കാണുന്നതാണ് ഏട്ടൻ്റെ കട. ഹസ്ബൻഡിൻ്റെ കടയാണിത്. ഇൻഡസ്ട്രിയൽ ആണ്. സ്വന്തം ഷോപ്പ് തന്നെയാണ് കേട്ടോ. വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അധികം ദൂരമൊന്നുമില്ല. അന്ന് മഴയുള്ള ദിവസം തന്നെയാണ്. രാവിലെ തന്നെ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നിൽക്കാതെ പെയ്തുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു. പക്ഷെ അമ്പലത്തിൽ പോകാനും ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ചെറിയ രീതിയിലുള്ള മഴ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. നല്ല തണുപ്പത്ത് എണീപ്പിച്ച് കുളിപ്പിച്ചതിൻ്റെയൊക്കെ ഒരു പ്രശ്നങ്ങളാണ് അവരുടെയൊക്കെ മുഖത്തുള്ളത്. എന്തായാലും അമ്പലത്തിലേക്കും യാത്ര പോവുകയൊക്കെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് പുന്നപ്പാല, കോഴിപ്പറമ്പുള്ള പുന്നപ്പാല ശിവക്ഷേത്രം. ഇതാണ്. അന്ന് സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അമ്പലത്തിൽ. ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇറങ്ങുന്നിടത്തൊക്കെ ആകെ ചളിയൊക്കെ പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അമ്പലം വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അമ്പലം ചുറ്റോറം ഷീറ്റ് ഇടുകയാണെന്നാണ് തോന്നണത്. അതിന് കമ്പിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ചുറ്റോറം വെച്ച് കെട്ടിയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ചായിട്ടുണ്ട് ഇങ്ങോട്ട് വന്നിട്ട്. ഇപ്പോൾ വന്നപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. ഇഞ്ചി ഒക്കെ റെഡി ആയിട്ടായിരിക്കും ഇനി വരവ്, എന്താ അറിയില്ല. നല്ല കുയിൽനാദമൊക്കെ കേട്ടല്ലോ അല്ലേ എല്ലാവരും. നല്ലൊരു രസമുള്ളൊരു കാലാവസ്ഥ. കാരണം മഴയൊക്കെ പെയ്ത് പോയിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു സംഭവം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെയുള്ളൊരു ക്ലൈമറ്റ്. അങ്ങനെ അവിടുത്തെ തൊഴിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. കുളമൊക്കെ ഒന്ന് ഉണ്ടായിരുന്നു. അവിടെയൊക്കെ പോയി ഒന്ന് കണ്ടു പോന്നു. പിന്നെ ഇതാ വിമാനം പോണതൊക്കെ എടുത്തിട്ടുണ്ട്. മക്കൾ എടുത്താന്നാണ് തോന്നുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് നേരെ കുന്നത്തുകാവ് പാമ്പ് കാവിക്കാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇത് പത്തിരിയാലാണ് കേട്ടോ. തിരുവാലി കഴിഞ്ഞ് പോന്നിട്ട് പത്തിരിയാൽ പറയുന്ന സ്ഥലത്താണ് കുന്നത്തുകാവ് നാഗങ്ങളെ അമ്പലമാണ്. പേര് കേട്ട അമ്പലമാണ്. ഒരുപാട് ആൾക്കാർ വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. അവിടെ വന്ന നാഗങ്ങൾക്ക് ആയില്യം പൂജ കാര്യങ്ങളൊക്കെ വഴിപാടായിട്ട് കഴിക്കാറുണ്ട്. ഞങ്ങളും അതുപോലെ ഒരു വഴിപാടൊക്കെ കഴിച്ചു. തൊഴുകാൻ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ തൊഴിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. പുറത്ത് വന്ന് നോക്കുമ്പോൾ മഴയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം മഴയൊന്നുമില്ല. അങ്ങനെ പുറത്തുള്ള കാഴ്ചയാണിത്. ഇവിടെ ഒരുപാട് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അന്ന് പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോന്നപ്പോഴേക്ക് 10 മണി 10:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ചായ കുടിച്ചിട്ടൊന്നും ഉണ്ടായില്ല. നേരെ ഞങ്ങൾ തിരുവാലി വന്നു. സവിധം ഹോട്ടലിൽ കയറി കേട്ടോ. അത് വെജിറ്റേറിയൻ ഹോട്ടലാണ് സവിധം. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി മസാല ദോശയൊക്കെ വാങ്ങി കഴിച്ചു. ഏട്ടൻ ഇലയുടെയാണ് വാങ്ങിയത്. ഇവിടെ ഫുഡ് അടിപൊളിയാണ് കേട്ടോ. മസാല ദോശയും എല്ലാ സാധനങ്ങളും അടിപൊളി ടേസ്റ്റാണ്. ഒരുപാട് സാധനങ്ങൾ വിൽപ്പനയ്ക്ക് അവർ വെച്ചിട്ടുമുണ്ട്. ഇതാണ് അതിൻ്റെ ഉള്ളേരിയ. ഇത് താഴത്തെയാണ്. ഞങ്ങൾ മേലെ നിലയിലായിരുന്നു ഞങ്ങൾ ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെയുള്ള സാധനങ്ങളെല്ലാം ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ ഉണ്ട് കേട്ടോ. എല്ലാം നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ ഇവിടുന്ന് പാർസലായിട്ട് ഉണ്ണിയപ്പവും വടയൊക്കെ വാങ്ങാറുണ്ട്. പിന്നെ ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രി, ഫ്രണ്ട് ഏരിയ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ.